വചന കേൾവി അനുഗ്രഹമാക്കി തരണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ത്രിയേക ദൈവത്തിന് മഹത്വം. ഇന്ന് ഈ മനോഹരമായ കോൺഗ്രിഗേഷനിൽ പരിശുദ്ധരായ സറാഫുകളുടെ മാലാഖമാരുടെ സാന്നിധ്യം ശക്തമായി നിഴലിക്കുന്ന പരിശുദ്ധ ആരാധന വേളയിൽ കർത്താവിൻ്റെ ഭക്തരും ശുശ്രൂഷകരും ഒന്നിക്കുന്ന പ്രൗഢമായിട്ടുള്ള ഈ ആത്മീയതയുടെ നടുവിൽ നിന്നുകൊണ്ട് കർത്താവിനെ സാക്ഷിക്കുവാൻ എനിക്ക് ലഭിച്ച അവസരത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ എന്നെ പരിചയപ്പെടുത്തിയതിനും ഈ വിലപ്പെട്ട സമയം പ്രസംഗത്തിനു വേണ്ടി അനുവദിച്ചതിനുമുള്ള സ്നേഹവും ആദരവും നന്ദി ഞാൻ അറിയിക്കുന്നു. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഞാൻ മല്ലപ്പള്ളി ഹോളി ഇമ്മാനുവൽ ഇടവകയുടെ ശുശ്രൂഷകനാണ്. എന്നോടൊപ്പം ഇടവകാംഗങ്ങളായ പ്രൊഫസർ മാത്യു സി മാത്യു, ശ്രീ ജോയ് ജോസഫ്, എഞ്ചിനീയർ ബാബു ഉമ്മൻ എന്നിവരും ഈ കോൺഗ്രിഗേഷനിലുണ്ട്. ബാംഗ്ലൂരിൽ ഉള്ള മലയാളി സ്നേഹിതരെ കുറേയേറെ പേരെ കാണുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഇന്ന് കർത്തൃദിനമായതുകൊണ്ട് പരിശുദ്ധ ആലയത്തിലെ ആരാധനയിലും സംബന്ധിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് എൻ്റെ സ്നേഹിതനെ അച്ഛൻ ഇവിടെ പ്രസംഗിക്കാനും എനിക്ക് അനുവാദം തന്നു. ഞങ്ങളേറെ സന്തുഷ്ടരും നന്ദിയുള്ളവരുമാണ്. നമ്മുടെ ശുശ്രൂഷയുടെ ഭാഗമായിട്ടുള്ള ഒരു ദൗത്യ നിർവഹണത്തെക്കുറിച്ച് കൂടി ഈ ഇടവകയെ അറിയിക്കുന്നതിന് നിങ്ങളുടെ പ്രാർത്ഥനകളും കഴിയുന്നത് പോലെ പ്രോത്സാഹനവും സഹായ സഹകരണങ്ങളും അഭ്യർത്ഥിക്കുന്നതിനും കൂടിയാണ് ഞാൻ നിൽക്കുന്നത്. ഒത്തിരി വർഷത്തിന് ശേഷമാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ ബാംഗ്ലൂർ UTCയിൽ എൻ്റെ BD പഠനം നടത്തിയ സമയം 1998 മുതൽ 2002 വരെ ഈ ആരാധനയിൽ സജീവ പങ്കാളിത്തം ഉണ്ടായിരുന്നു. കൊയറിൽ 4 വർഷം പാടിയിരുന്നു. ഇടവകയോടൊപ്പം സഞ്ചരിക്കാനും ഈ ഇടവകയുടെ സ്നേഹാദരവുകൾ വൈദിക വിദ്യാർത്ഥികളെന്ന നിലയിൽ അനുഭവിക്കുന്നതിനും എനിക്ക് കഴിഞ്ഞിരുന്നു. അതെല്ലാം നന്ദിയോടെ ഓർക്കുന്നു. 2019 കൊയർ റിട്രീറ്റിൽ ഒരു പങ്കാളിയായി പങ്കെടുക്കാൻ എനിക്ക് അവസരം കിട്ടി. അതെല്ലാം നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾ വന്ന ഉദ്ദേശം നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു സഭയുടെ സന്താനങ്ങളും സുവിശേഷവാഹകരും സുവിശേഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ദൗത്യങ്ങളുടെ നിർവഹണത്തിൻ്റെ ആളുകളുമാണെന്ന് തിരിച്ചറിയുന്നതുകൊണ്ടാണത്. മല്ലപ്പള്ളി കേരളത്തിലെ ആദ്യത്തെ ആംഗ്ലിക്കൻ സഭയാണ്. ഇവിടെ ചില സ്ലൈഡുകൾ വെച്ച് നിങ്ങൾക്ക് കണ്ടേക്കാൻ കഴിയും. 1836 കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷമാണ്, പ്രത്യേകിച്ച് ക്രൈസ്തവ സഭാ ചരിത്രത്തിൽ. 1816 തോമസ് നോട്ടനിലൂടെ ആരംഭിച്ച മലയാളക്കരയിലെ പ്രേക്ഷിത ദൗത്യത്തിനൊരു ദിശാബോധവും വഴിത്തിരിവും ഉണ്ടായ സമയമായിരുന്നു. അത് ഒരു ടേണിംഗ് പോയിന്റ് സംഭവിക്കുകയായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന പുരാതന സഭയെ ശക്തീകരിക്കാനും നവീകരിക്കാനുമാണ് മിഷണർമാർ വന്നതെങ്കിൽ ആ നവീകരണ പ്രക്രിയ അവർ ഉദ്ദേശിച്ച അർത്ഥത്തിൽ സാധ്യമാകാതെ പോയതുകൊണ്ട് 1836 അതായത് അവരുടെ പ്രവർത്തനങ്ങൾ തുടങ്ങി കേവലം 20 വർഷം കഴിഞ്ഞപ്പോൾ ആ ദൗത്യം അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. എന്നാൽ മിഷണർമാർ തിരികെ പോകാനോ ശുശ്രൂഷ അവസാനിപ്പിക്കാനോ സന്നദ്ധമായില്ല. CMSൽ നിന്ന് അവർക്ക് കിട്ടിയ നിർദ്ദേശമനുസരിച്ച് അവരിവിടെ തുടരാൻ തീരുമാനിച്ചു. അങ്ങനെ അധസ്ഥ ജനവിഭാഗങ്ങളുടെ ഇടയിലേക്കും വനപ്രദേശങ്ങളിലേക്കൊക്കെ അവർ സുവിശേഷത്തിന് വേണ്ടി യാത്ര തിരിച്ചു. അങ്ങനെ 1836 തുടങ്ങിയ ആ സബരിയ മല്ലപ്പള്ളിയിൽ ശക്തമായി. 1836 മല്ലപ്പള്ളിയിലെ ആദ്യത്തെ ദേവാലയം സ്ഥാപിതമായി. തുടർന്ന് അവിടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കമിട്ട സ്കൂൾ സ്ഥാപിതമായി. അന്ന് ഉണ്ടായിരുന്ന മിഷണറിമാരും പട്ടക്കാരും കഠിനാധ്വാനം നടത്തുകയും ആ നാടിനെ സംസ്കാര സമ്പന്നവും വിദ്യാസമ്പന്നവുമായ ഒരു പ്രദേശമായി പരിവർത്തിപ്പിക്കുകയുണ്ടായി. ഇടവകയുടെ ആദ്യകാല പട്ടക്കാരിൽ ശ്രദ്ധേയനായിരുന്നു റവറൻ ജോർജ് മാത്തൻ. അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ എല്ലാവർക്കും സുപരിചിതമാകണം, നാം അറിഞ്ഞിരിക്കേണ്ട ഒരു പേരാണ്. ഞങ്ങളെപ്പോലെ ഒരു സാധാരണ പട്ടക്കാരനോ വികാരിയോ ആയിരുന്നില്ല മാത്തനച്ചൻ. അദ്ദേഹത്തെക്കുറിച്ച് CSA സഭയോ ആംഗ്ലിക്കൻ സഭയോ പറയുന്നതിലധികം ഇവിടെയുള്ള സെക്യുലർ സമൂഹം പറഞ്ഞിട്ടുണ്ട്. നിരവധി പ്രസിദ്ധീകരണങ്ങൾ അദ്ദേഹം ഉൾപ്പെട്ടിട്ടുണ്ട്. മഹാകവി ഉള്ളൂർ അദ്ദേഹത്തെ ഉദ്ധരിച്ചിട്ടുണ്ട് പലതവണ. പാണ്ഡിത്യം കൊണ്ടും സുവിശേഷ സബരി കൊണ്ടും ഭക്തി കൊണ്ടും പ്രേക്ഷിത ദൗത്യത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശം കൊണ്ടും അദ്ദേഹം ശ്രദ്ധേയനായിരുന്നു. മല്ലപ്പള്ളി കേന്ദ്രീകരിച്ച് മിഷണർമാർ പ്രവർത്തിച്ചു. പലയിടങ്ങളിൽ സഭകളൊക്കെ സ്ഥാപിച്ചു. ജോർജ് മാത്തനച്ചൻ ആദ്യത്തെ നാട്ടുപട്ടക്കാരനാണ്. അദ്ദേഹം അടിമകളുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത്. അധസ്ഥിതരായ
ദുർബല ജനവിഭാഗങ്ങളുടെ അദ്ദേഹത്തിൻ്റെ പ്രീതിയും സ്നേഹവും പ്രസിദ്ധമാണ്. അതിൻ്റെ ഫലമായിട്ടായിരുന്നു തിരുവിതാംകൂറിൽ നിന്നെത്തിയ റഗ്ലൻഡ് എന്ന മിഷണറിയുമായിട്ട് അദ്ദേഹം ചേർന്നുകൊണ്ട് ഹാബേൽ പിതാവിനെ ജ്ഞാനസ്നാനം ചെയ്യിച്ച് സഭയുടെ ഭാഗമാക്കിയ ഒരു വലിയ ജനവിഭാഗത്തിൻ്റെ മുന്നേറ്റം ക്രൈസ്തവ സഭയിലേക്ക് സാധ്യമായി തീർന്നത്. വിദ്യാഭ്യാസ ശുശ്രൂഷ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനമായിരുന്നു. ഒരു മുൻഷിയെപ്പോലെ, ഗുരുവിനെ പോലെ, ആചാര്യനെ പോലെ പഠിപ്പിക്കുക മാത്രമല്ലായിരുന്നു. മികച്ച വിദ്യാഭ്യാസം നേടിയ അദ്ദേഹം ഇംഗ്ലീഷിലും പ്രാവീണ്യമുള്ള ആളായിരുന്നു. അദ്ദേഹം പുസ്തകങ്ങൾ രചിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം മലയാഴ്മയുടെ വ്യാകരണം മാത്തനച്ചനാണ് രചിച്ചത്. സ്കൂളുകൾ സ്ഥാപിച്ചു, അടിമ സ്കൂളുകൾ സ്ഥാപിച്ചു. പകലുകളിൽ അടിമകൾക്ക് വന്നെത്തുവാൻ പൊതുവിടങ്ങളിൽ സാഹചര്യമില്ലായിരുന്നുകൊണ്ട് രാത്രിയുടെ മറവിൽ അവരെ അടിമ സ്കൂളുകളിൽ വിളിച്ച് ദൈവം വചനം പഠിപ്പിക്കുകയും വിദ്യാഭ്യാസം പകർന്നു കൊടുക്കുകയും ചെയ്തു. ജനറൽ എഡ്യൂക്കേഷൻ, മോഡേൺ എഡ്യൂക്കേഷന് വേണ്ട വക്താവായിട്ട് അദ്ദേഹം നിന്നു. ബാല്യാഭ്യാസം, പ്രാവർത്തികം അദ്ദേഹം ഒരു സാമൂഹിക നവോത്ഥാന നായകനായിരുന്നു. ജനങ്ങളുടെ ദുരിതവും കഷ്ടപ്പാടും സാമൂഹികരമായിട്ടുള്ള വിവേചനവും അസ്പൃശ്യതകളും അതിൻ്റെ വേദനകളും തിരിച്ചറിഞ്ഞ് അദ്ദേഹം നടുവിലേക്ക് ഇറങ്ങുകയായിരുന്നു. ആ നാടിന് നെടുകയും കുറുകയും സഞ്ചരിച്ച് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ മഴയും മഞ്ഞും വെയിലും സഹിച്ച് പ്രതിസന്ധികളെ നേരിട്ട് അദ്ദേഹം ഒരു മിഷണറിയായ താപസനായി ശുശ്രൂഷ ചെയ്തു വരികയായിരുന്നു. അങ്ങനെ ഒരു മിഷണറി നമുക്കുണ്ടായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് അറിയണം തലമുറകൾ. അറിയാതെ പോകുന്നത് ജീവിതത്തിലെ നഷ്ടമാണ്. കാരണം സമർപ്പണം എന്താണെന്നും ജീവിത സബരി എന്താണെന്നും ഭക്തി എന്താണെന്നും സുവിശേഷവേല എന്താണെന്നും അതിനോടുള്ള ആത്മാർത്ഥത എന്താണെന്നും ഒരുപക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് അത്ര പിടുത്തം കാണുകയില്ല. അവരൊക്കെ പാഠപുസ്തകമാക്കാൻ കഴിയുന്ന ഒന്നാണ് പ്രിയപ്പെട്ട മാത്തനച്ചൻ്റെ ജീവിതം. അദ്ദേഹം ജീവിച്ചിരുന്ന മണ്ണിലാണ് ഇന്ന് മല്ലപ്പള്ളി സഭ ആരാധന ശുശ്രൂഷയുമായി പ്രവർത്തിക്കുന്നത്.